അതെ, പക്ഷെ അങ്ങനെ പ്രത്യക്ഷത്തിൽ ഇപ്പം പറയുന്നത് പോലെ ഞാനങ്ങ് പറയാൻ പറ്റൂല്ലോ. പക്ഷേ അന്ന് തന്നെ അതിന്റെ ഒരു 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 ടിൻറ്റ് ചെയ്യാൻ കാണിച്ചില്ല ആ സന്ദർഭത്തിൽ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ ഞാൻ സത്യത്തിൽ കമ്മ്യൂണിസ്റ്റേ ആകുമായിരുന്നില്ല. ഞാൻ അതിനെ കുറ്റപ്പെടുത്ത വേറെ ആരെയല്ല, ഈ കോൺഗ്രസ്സുകാരെ കുറ്റപ്പെടുത്തും. ഞാനുള്ളത് പറയാമല്ലോ, എന്താ കാരണം സത്യം ഞാൻ പറയാം. കാരണം പിന്നെ രാഷ്ട്രീയം വേണ്ടത്ര തിരിയാത്ത കാലത്ത് ആ എമർജൻസി പീരീഡിൽ പോലീസ് വന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ കണ്ട ആ ഒറ്റ കാരണം കൊണ്ട് കമ്മ്യൂണിസ്റ്റായ ആളാണ് ഞാൻ. പിന്നീടുള്ള പ്രവർത്തനങ്ങൾ എന്നിട്ട് അന്ന് കോൺഗ്രസിന്റെ സമാരാധനായ ജില്ലയിലെ മുതിർന്ന നേതാവ് പറഞ്ഞു, ഇതൊരു വലിയ അബദ്ധമായി പോയി, കാരണം ഒരു ചെറുപ്പക്കാരനെ കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോയി എന്ന് പറഞ്ഞു ഒരു ഉന്നതനായ നേതാവ്. അതിന്റെ ഭാഗമായിട്ട് പിന്നീട് ഞാൻ കമ്മ്യൂണിസ്റ്റായി. ഒരിക്കൽ എൻ്റെ മോനൊക്കെ അറിയാം, എൻ്റെ കുടുംബക്കാരനാ, മോനൊക്കെ അറിയാം. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും കോൺഗ്രസിന്റെ ഫാമിലി എന്തൊക്കെല്ലാം അറിയാം, കോൺഗ്രസ് കുടുംബമാണ്. ആ കോൺഗ്രസ് കുടുംബമായിരുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിൽ നിന്ന് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുടുംബ പ്രവർത്തകനായി വന്നു. പിന്നീട് ഒരു സുദീർഘമായ ജീവിത കാലഘട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വിനിയോഗിച്ചു. അവസാനം എന്തുണ്ടായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നിർഭയമായി ഒരു അഭിപ്രായം പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അഭിപ്രായം പ്രകടിപ്പിക്കാൻ പാടില്ല. അതിനകത്ത് ഇപ്പൊ ആരെയാ വേണ്ടത്? മന്ദന്മാര് മതി. തനി മന്ദന്മാരെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടു. ഗോവിന്ദൻ കൽപ്പിച്ചാൽ ഒരു വാക്ക് പോലും മറുവാക്ക് പറയാൻ അവകാശമില്ല. അയാൾക്ക് പറ്റിയ ആളുകളെ പിടിച്ച് ഓരോ സ്ഥാനത്ത് കൊണ്ടിരുത്തും. കള്ള കച്ചവടക്കാരനും തിരുട്ട് കച്ചവടക്കാരനും ഈ തോന്നിവാസികളുമായ ആളുകളെ വിവിധ സ്ഥാനങ്ങളിൽ കൊണ്ടുപോയി ഇരുത്തി. പിന്നെ എന്താ ഇതിന്റെ കൂടെ ഇങ്ങ് നിന്നുപോയതിൽ ആളുകൾക്ക് താൽക്കാലികമായി ചില നേട്ടങ്ങൾ കിട്ടുന്നതുകൊണ്ട് അതിൽ ചിലവർ നിന്നു പോവുകയാണ്. ചിലവർ പറയുന്നു മനസ്സ് നിങ്ങളെ കൂടെയുണ്ട്, ഇപ്പുറത്ത് ശരീരം മാത്രമേ ഇപ്പുറത്തുള്ളൂ എന്നുള്ള രൂപത്തിലൊക്കെ പറയുന്നത്. അങ്ങനെ ഞാൻ നിങ്ങളോട് പറയും, ഇപ്പൊ എവിടെയൊക്കെ പൊട്ടി? പാലക്കാട് മാത്രമല്ല പൊട്ടിയത്, ആലപ്പുഴ പൊട്ടി, കൊല്ലത്ത് പൊട്ടി, ഐഷ പൊട്ടി, അവിടെ സുധാകരൻ പൊട്ടി, കണ്ണൂരിൽ തലമുതിർന്ന നേതാവായിട്ടുള്ള ഗോവിന്ദേട്ടൻ പൊട്ടി. ഇനി വല്ലാത്തൊരു പൊട്ട് വരാൻ പോകുന്നു. അതുപോലെ ആ പൊട്ടിന്റെ കാര്യം ഞാനിപ്പോ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ പേര് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. CPIM-ന്റെ ഏറ്റവും ഉന്നതനായ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു വളരെ ഉയർന്ന നേതാവ് ഈ കണ്ണിൽ നിന്ന് ചാടി മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കപ്പലിൽ നിന്ന് പുറത്തു ചാടുന്ന കാഴ്ച അധികം ദിവസങ്ങളുടെ വ്യത്യാസമില്ലാതെ നിങ്ങൾക്ക് കൂട്ടിപ്പോയി. ആ രൂപത്തിനൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റത്തിന്റെ കൂടെ കൂടി ഭാഗമായിട്ടാണ് കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം സംഭവിക്കാൻ പോകുന്നത്. ആ രാഷ്ട്രീയ മാറ്റത്തിന്റെ കൂടെ നിൽക്കണം. അല്ല, അവൾ എത്തിയില്ലേ? ഓൺ ദി വേ. എന്താണ് ബ്രൈഡ്, ഇനി എപ്പോ റെഡി ആവാനാ? മരുപൂ പോലെ നിറമേകും MX, വെണ്ണിലാവായെന്നുള്ളാകെ MX. മനസ്സിലുണ്ടോ? MX-ലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.